കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ രാത്രിയാവുമ്പോൾ സുധീഷിൻ്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ ടെൻഷനിൽ നിധി റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ റെഡിയായിരിക്കുന്ന സുധീഷിനെയും കൂട്ടരെയുമാണ് കാണുന്നത്. നിധിയെ കണ്ട് അവൾക്കും ഒരു പുതിയ പ്ലേറ്റിൽ ചോറെല്ലാം വിളമ്പിക്കൊടുത്തോണ്ട് കഴിക്കാനായി പറയുന്നുണ്ടവർ. എല്ലാവരും ഒരു ടെൻഷനുമില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ പുതിയ കാര്യമാണെങ്കിലല്ലേ വിഷമിക്കേണ്ടതുള്ളൂ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട്, ചുമ്മാ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതാണെന്നും രാവിലെ ആകുമ്പോൾ വിട്ടയക്കുമെന്നും അതുതന്നെയല്ലേ അറസ്റ്റ് എന്നും അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ലേ ഉള്ളതെന്നും അതിൻ്റെ ഒരു ടെൻഷനുമില്ലാതെ എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്നും നിധി ചോദിക്കുമ്പോൾ അച്ഛനെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ച് ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ കഴിയുമെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ലെന്നും അച്ഛനെ രാവിലെ കൂട്ടിയിട്ട് വരാമെന്നും സുഭാഷ് പറയുമ്പോഴേക്കും ഞങ്ങളുടെ പരമ്പര വീരപരമ്പരയാണെന്നും ഇതെല്ലാം ഞങ്ങൾക്ക് സാധാരണമാണെന്നും സുധീഷ് പറയുന്നുണ്ട്. എന്നാലും അത് കഷ്ടമല്ലെന്ന് നിധി ചോദിക്കുമ്പോൾ അതൊക്കെ ഈ വീട്ടിൽ സാധാരണ നടക്കുന്നതാണെന്നും ചേട്ടൻ അനിയനെ അടിക്കും, അനിയൻ ചേട്ടനെ അടിക്കും, അതുപോലെ അച്ഛനെയും ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോകും, ഇതെല്ലാം ഞങ്ങൾക്ക് ശീലമായെന്ന് നികേഷ് വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ചുകൊണ്ടുപോവാൻ കാരണം എന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, വീടിന് മുന്നിലെ പന്തലിട്ട സ്ഥലമെല്ലാം വെല്ലിച്ചിൻ്റെതാണെന്ന് പറഞ്ഞാണെന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുധീഷ് ചാടിക്കയറി പറയുന്നുണ്ട്, അതെ അതെ, വെല്ലിച്ചിന് ആവശ്യത്തിൽ കൂടുതൽ സ്വത്ത് കിട്ടിയിട്ടും അതൊന്നും പോരാഞ്ഞ് ഇപ്പോഴും ഇതെൻ്റെ സ്ഥലമാണെന്നും പറഞ്ഞ് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതാണ് കാരണമെന്ന് സുധീഷും പറയുന്നുണ്ട്. അവൻ പറഞ്ഞ കള്ളം കേട്ട് സുഭാഷും ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. നിധി വീണ്ടും ടെൻഷനോടെ ഫുഡ് കഴിക്കാതിരിക്കുന്നത് കണ്ട് ഫുഡ് ഇഷ്ടമായില്ലേന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. തനിക്ക് ഇഷ്ടമായെന്നും കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നും നിധി പറയുമ്പോൾ രാത്രി നിങ്ങൾ വീട്ടിൽ ചപ്പാത്തിയാണോ അതോ ചോറാണോ കഴിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെല്ലാം ചപ്പാത്തിയാണ് ഉണ്ടാക്കാറെന്നും താൻ അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ 1-2 ചപ്പാത്തി കഴിക്കുമെന്നും അവരെല്ലാം ഡയറ്റ് നോക്കുന്നവരാണെന്നും സുധീഷ് പറയുന്നുണ്ട്. തനിക്കത് അറിയില്ലായിരുന്നെന്നും പകല് മുഴുവൻ ജോലിയെല്ലാം എടുത്ത് ക്ഷീണിച്ച് വിശന്ന് വരുമ്പോൾ രാത്രി എല്ലാവർക്കും ഞങ്ങൾ ചോറ് തന്നെയാണ് ഉണ്ടാക്കാറെന്നും ഇനി മുതൽ ഞാൻ കുട്ടിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്നും സുഭാഷ് പറയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ടെന്നും ഇത് മതിയെന്നും കുഴപ്പമില്ലെന്നും നിധി പറയുന്നുണ്ട്. പിന്നീട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് സുധീഷിനെയും നിധിയെയും മാറ്റി നിർത്തി സുഭാഷ് ഹോസ്റ്റൽ റെഡിയാവാത്തതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ റൂം കിട്ടിയില്ലെന്ന് സുധീഷ് പറഞ്ഞെന്നും അതോർത്ത് വിഷമിക്കേണ്ടെന്നും ഉടനെ തന്നെ കിട്ടുമെന്നും സുഭാഷ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തൻ്റെ അടുത്ത് തന്നെയാണെന്ന് തെറ്റെന്നും ID പ്രൂഫ് ഇല്ലാത്തതുകൊണ്ടാണ് റൂം കിട്ടാഞ്ഞതെന്നും ഹോസ്റ്റലിൽ റൂം കിട്ടുന്നതെല്ലാം വളരെ ഈസിയാണെന്നും കുറച്ച് പണം കൊടുത്താൽ റൂം കിട്ടുമെന്നാണ് താൻ വിചാരിച്ചിരുന്നതെന്നും ID പ്രൂഫിന്റെ കാര്യം ഓർത്തതേ ഇല്ലെന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട്, കുറെ അധികം ഹോസ്റ്റലിലും PGയിലും കയറി ഇറങ്ങിയെന്നും എവിടെയും റൂം കിട്ടിയില്ലെന്നും. അപ്പോഴാണ് നിധി സുഭാഷിനോട് തനിക്ക് എവിടെയെങ്കിലും ഒരു റൂം വാടകയ്ക്ക് എടുത്തു തരാൻ സഹായിക്കാമെന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ട് സുധീഷ് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അതിന്റെ ആവശ്യമെല്ലാം ഉണ്ടോയെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. തനിക്ക് പോയേ പറ്റുമെന്ന് നിധി പറയുമ്പോഴേക്കും താൻ കണ്ടുപിടിച്ചു തരാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. കുട്ടി തനിയെ താമസിക്കേണ്ടതല്ലേ, അതുകൊണ്ട് നന്നായി അന്വേഷിച്ചു വേണം റൂം കണ്ടെത്താനെന്ന് സുഭാഷ് പറയുമ്പോൾ എവിടെയാണെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് തരണമെന്ന് നിധിയും പറയുന്നുണ്ട്. താൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് തരാമെന്നും അതുവരെ ഇവിടെ താമസിച്ചൂടെന്നും സുഭാഷ് ചോദിക്കുമ്പോൾ നിധി ഒന്നും പറയാതെ ടെൻഷനോടെ നിൽക്കണ കണ്ട് അതുവരെ ഇവിടെ തന്നെ താമസിക്കുന്നു, ഇവിടെയുള്ള ആരും നിധിയെ ശല്യം ചെയ്യില്ലെന്നും ഇത് സ്വന്തം വീടായി തന്നെ കണ്ട് താമസിക്കെന്നും സുഭാഷ് പറയുമ്പോൾ നിധിയും അതിന് സമ്മതിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു റൂം റെഡിയാക്കി തരണമെന്ന് സുഭാഷിനോട് പറയുന്നുണ്ട്. അതെല്ലാം താൻ കണ്ടുപിടിച്ച് തരാമെന്നും ഒട്ടും വിഷമിക്കേണ്ടെന്നും ഇപ്പോൾ പോയി ഉറങ്ങെന്നും സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും ഉറങ്ങാനായി പോകുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോഴേക്കും സുധീഷും സുഭാഷിനോടായി പറയുന്നുണ്ട് അവൾ പറഞ്ഞതുപോലെ റൂം ഒന്നും കണ്ടുപിടിച്ചു കൊടുക്കേണ്ടെന്ന്. അത് കേൾക്കെ അതെന്താ, അവളല്ലേ റൂം വേണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് സുഭാഷ് പറയുമ്പോൾ അവൾ ഇവിടെ തന്നെ താമസിച്ചാലേ തങ്ങളുടെ എല്ലാം ഒന്ന് ഡെവലപ്പ് ആവുമെന്നും അങ്ങനെ എന്നോടൊരു ഇഷ്ടം കൂടിയാലേ അവൾക്ക് ഇവിടെ തന്നെ താമസിക്കണമെന്ന് തോന്നുവെന്നും അതുകൊണ്ടാണ് അവൾ പറയുന്ന പോലെ റൂമൊന്നും എടുത്തു കൊടുക്കേണ്ടെന്ന് പറയുന്നതെന്നും സുധീഷ് പറയുന്നുണ്ട്. സുഭാഷും അവനെ താക്കീത് ചെയ്ത് എല്ലാം നേരായ മാർഗത്തിലൂടെ തന്നെ നടക്കണമെന്നും ഇതുവരെ നീ കള്ളങ്ങൾ പറഞ്ഞ് അവളെ പറ്റിച്ചെന്നും ഇനിയും അവളെ കഷ്ടപ്പെടുത്തണമെന്നും സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതിനാരവളെ കഷ്ടപ്പെടുത്താൻ പോകുന്നത്, ഇതെല്ലാം എൻ്റെ പ്രണയമാണ്, അവളോടുള്ള യഥാർത്ഥ സ്നേഹം. ഇവിടെ താമസിക്കും തോറും അവൾക്ക് എന്നോടും ഇഷ്ടം തോന്നി തുടങ്ങും. ഇപ്പോൾ വീട് വിട്ടു പോകണമെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ചാൽ മതിയെന്ന് അവൾ പറയും. ചേട്ടൻ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും അകത്തോട്ടായി പോകുന്നുണ്ട്. റൂമിലെത്തിയ നിധി ഡോർ അടയ്ക്കാനായി തുടങ്ങുമ്പോൾ അതിന്റെ ലോക്ക് കേടായത് കണ്ട് ആകെ ടെൻഷനോടെ തിരിച്ചു പോകുന്നത് വരെ ഈ റൂമിൽ എങ്ങനെ സമാധാനമായി കിടന്നുറങ്ങും, ഇതൊന്ന് റെഡിയാക്കി തരാൻ പറയണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഭാഷും സുധീഷും കൂടി അങ്ങോട്ട് എത്തുമ്പോഴേക്കും
ഈ റൂമിന്റെ ഡോറിന് ലോക്കില്ലെന്ന് നിധി പറയുന്നുണ്ട്. താനത് മറന്നുപോയി എന്ന് ടെൻഷനോടെ സുഭാഷ് പറയുമ്പോൾ ല്ലെന്നും താൻ നാളെ തന്നെ കാർപ്പന്ററെ വിളിച്ച് ശരിയാക്കി തരാമെന്നും സുധീഷ് പറയുന്നുണ്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് പോയി ടൂൾസും ലോക്കും എല്ലാം എടുത്തോണ്ട് വന്ന് പുതിയ ലോക്ക് അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. നിധിയോട് അത് ചെക്ക് ചെയ്യാനായി പറയുമ്പോഴേക്കും നിധി അത് ചെക്ക് ചെയ്തുകൊണ്ട് റെഡിയാണെന്ന് പറയുന്നുണ്ട്. അവളോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് സുഭാഷ് പോവാനായി തുടങ്ങുമ്പോഴേക്കും നിധിയും ചേട്ടനൊരു താങ്ക്സ് പറയുന്നുണ്ട്. സുധീഷും അവൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുമ്പോഴേക്കും നിധിയും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഡോറെല്ലാം നല്ല പോലെ ലോക്ക് ചെയ്ത് ആശ്വാസത്തോടെ ഉറങ്ങാനായി പോകുന്നുണ്ട്. ഹാളിലെ തറയിൽ പാ വിരിച്ച് നിലത്ത് കിടക്കുന്ന സുഭാഷിന്റെയും നികേഷിന്റെയും ഹരീഷിന്റെയും അടുത്തേക്ക് സുധീഷും ഉറങ്ങാനായി വരുന്നുണ്ട്. ഏട്ടത്തമ്മിയുടെ കൂടെ ഉറങ്ങാതെ ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനാണെന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കുന്ന സുഭാഷും അവനെ വഴക്കു പറയുന്നുണ്ട്. ഇന്നലെയും ചേട്ടൻ ഇതുതന്നെയാണല്ലോ പറഞ്ഞത്. ചേട്ടനും ചേട്ടത്തിയമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഹരീഷും അതേ ചോദ്യം തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും അവരുടെ അടുത്തേക്ക് ചിരിയോടെ ഇരുന്നുണ്ട്. സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയാതെ താൻ കല്യാണം കഴിച്ചത് തന്നെ തെറ്റാ. ഞാൻ എന്റെ ജീവിതവും മാത്രം നോക്കിപ്പോയാ അത് ഞാൻ ചേട്ടനോട് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്നൊക്കെ സുധീഷ് പറയുന്നത് കേട്ട് സത്യമാണോ, അതുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷും അവൻ പറയുന്ന കള്ളങ്ങളെല്ലാം കേട്ട് അവനെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുമ്പോഴേക്കും ചേട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അനിയൻ കല്യാണം കഴിച്ചു വന്നു. അതിനോട് ചേട്ടന് യോജിക്കാൻ കഴിയോ? സുഭാഷ് ചേട്ടൻ നല്ലൊരു കുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ആ റൂമിലേക്ക് പോവുകയുള്ളൂ എന്ന് ഞാൻ ചേട്ടനോട് ശപഥം ചെയ്തിട്ടുണ്ട് എന്ന് സുധീഷ് കള്ളം പറയുന്നത് കേട്ട് അവനൊരടി വെച്ചു കൊടുത്തുകൊണ്ട് കിടന്നുറങ്ങാനായി സുഭാഷ് പറയുന്നുണ്ട്. സുധീഷ് ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇതിന് വേറെന്തെങ്കിലും കാരണമുണ്ടാവുമെന്ന് ഹരീഷും പറയുന്നുണ്ട്. അതിനെപ്പറ്റി ആലോചിച്ച് മതി എല്ലാവരും കിടന്നുറങ്ങുന്ന സുഭാഷ് വഴക്കു പറയുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ നിധി എഴുന്നേറ്റ് വരുമ്പോഴേക്കും കാണുന്നത് മുറ്റത്ത് നിന്ന് ഗംഗാധരനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരനെയാണ്. അച്ഛന്റെ ശബ്ദം കേട്ട് സുഭാഷും അങ്ങോട്ട് വന്ന് നോക്കുമ്പോഴേക്കും മുറ്റത്ത് നിൽക്കുന്ന അച്ഛനെ കണ്ട് നിധിയും സന്തോഷത്തോടെ സുഭാഷിനോടായി ചിരിക്കുന്നുണ്ട്. അച്ഛന്റെ ബഹളമെല്ലാം കേട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന നികേഷും ഇയാളെ എത്ര വേഗം ജയിലിൽ നിന്ന് വിട്ടോ, കുറച്ചു സമയം അവിടെ വെച്ചൂടായിരുന്നു എന്ന് പിറുപിറുത്തോണ്ട് വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട്. അത് നമ്മുടെ അച്ഛനല്ലേന്ന് സുഭാഷ് അവനെ വഴക്കും പറയുന്നുണ്ട്. ഭാസ്കരനും തന്റെ സൈക്കിളും എടുത്ത് പുറത്തേക്ക് പോകുമ്പോഴേക്കും നിധിയും സന്തോഷത്തോടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് അച്ഛൻ തിരിച്ചു വന്നതിന്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അതൊരു ചെറിയ കുടുംബ പ്രശ്നമായിരുന്നുവെന്നും കുട്ടിക്ക് അതോർത്ത് നല്ല ടെൻഷൻ ആയിരുന്നുവല്ലോ എന്നും സുഭാഷ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് വീട്ടിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ആർക്കായാലും ടെൻഷൻ ആവില്ലേന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. കുട്ടിക്കല്ലേ ഈ കാര്യം പുതിയത്, ഞങ്ങൾക്കെല്ലാം ഇത് പഴകിപ്പോയെന്ന് സുഭാഷ് പറഞ്ഞുകൊണ്ട് അവൾക്ക് ചായ എടുക്കാനായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ചായ വേണ്ടെന്നും താൻ കുളിച്ചിട്ട് വരാമെന്നും നിധി പറയുമ്പോഴേക്കും എന്നാ പിന്നെ പോയി കുളിക്കെന്നും അപ്പോഴേക്കും ചായ റെഡിയാക്കാമെന്നും സുഭാഷ് പറയുന്നുണ്ട്. നിധി കുളിച്ചിറങ്ങി വരുമ്പോഴും സുഭാഷ് അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു. രാവിലെ തന്നെ ചോറും കറിയും എല്ലാം ഉണ്ടാക്കുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ എല്ലാവരും രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതല്ലേ, ഇടയ്ക്ക് വന്ന് ചോറുണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണെന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയല്ലേ എന്നും ജോലിക്ക് വേറെ ആളെ വെച്ചൂടെന്നും നിധി ചോദിക്കുന്നുണ്ട്. ഇതൊന്നും വലിയ ജോലിയല്ലെന്നും വീട്ടിൽ തന്നെ 5 ആളില്ലേ, ഇപ്പോ കുട്ടിയും കൂടി ചേർത്ത് 6 ആള്, ഇതൊന്നും വലിയ ജോലി എന്നല്ലെന്ന് സുഭാഷും പറയുന്നു. എന്നാലും ദിവസവും ഈ ജോലി ചെയ്യുന്നത് കഷ്ടമല്ലെന്ന് നിധി ചോദിക്കുമ്പോൾ അങ്ങനെ നോക്കിയാ ലോകത്തിലെ എല്ലാ വീട്ടിലും പെണ്ണുങ്ങൾ ഈ ജോലിയല്ലേ ചെയ്യുന്നത്, വീട്ടിലെ എല്ലാ ജോലിയും തീർത്ത് അവർ ജോലിക്കും പോകുന്നുണ്ട് എന്നൊക്കെ സുഭാഷ് പറയുമ്പോൾ അതിനെന്താ, വീട്ടിലെ എല്ലാ ജോലിയും ചേട്ടൻ തന്നെ ചെയ്യണോ, വീട്ടിലുള്ള എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് ജോലി ചെയ്തൂടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അനിയന്മാരെല്ലാം ചെറിയ കുട്ടികളല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ തന്റെ വീട്ടിലും തന്റെ അമ്മ ചെറുപ്പം തൊട്ടേ എല്ലാ ജോലികളും ചെയ്തു പഠിപ്പിക്കുമായിരുന്നുവെന്നും പാചകം മാത്രം തനിക്ക് അറിയില്ലെന്നും വീട്ടിൽ ജോലിക്ക് ആളുണ്ടെങ്കിലും എല്ലാ ജോലിയും ഞങ്ങളെല്ലാം കൂടി ഷെയർ ചെയ്തിരുന്നെന്നും നിധി പറയുന്നുണ്ട്. താൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് സുഭാഷിനോടായി നിധി ചോദിക്കുമ്പോഴേക്കും അതൊന്നും വേണ്ടെന്നും ഈ ചായ കുടിക്കെന്നും പറഞ്ഞ് നിധിക്ക് സുഭാഷ് ചായ കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ചോണ്ടിരുന്ന നിധി ഉറങ്ങിക്കിടക്കുന്ന സുധീഷിനെയും കൂട്ടരെയും നോക്കിക്കൊണ്ട് സുഭാഷിനോടായി രാവിലെ എഴുന്നേറ്റ് അവർക്കും എന്തെങ്കിലും ജോലി ചെയ്യാൻ സഹായിച്ചൂടെന്ന് സുഭാഷിനോടായി ചോദിക്കുമ്പോഴേക്കും അവരുറങ്ങട്ടെ എന്ന് സുഭാഷും. അപ്പോൾ ചേട്ടനാണല്ലേ അവരെ ഇങ്ങനെ വഷളാക്കി വെച്ചിരിക്കുന്നത്, രാവിലെ ഇത്രയും സമയമായിട്ടും അവർക്കൊന്നും എണീക്കാനായില്ലേ എന്ന് നിധി വീണ്ടും ചോദിക്കുമ്പോഴേക്കും അവരെല്ലാം ചെറിയ കുട്ടികളല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് സുഭാഷും. ഇവരാണോ ചെറിയ കുട്ടികൾ എന്ന് സുഭാഷിനോടായി ചോദിച്ചോണ്ട് എന്താ ഇപ്പൊ ചെയ്യാന്ന് മനസ്സിലാലോചിച്ചോണ്ട് അവിടെ ഇരുന്ന ഒരു കപ്പിലെ വെള്ളമെടുത്ത് അവരെ എറിയാനായി ശ്രമിക്കുമ്പോഴേക്കും അത് കാണുന്ന സുഭാഷും എന്താ ചെയ്യുന്നെന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളല്ലേ, അവർ എഴുന്നേൽപ്പിക്കണ്ടേന്ന് നിധി ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടെന്നും അവർ പാവമാണെന്നും സുഭാഷ് പറയുന്നുണ്ട്. ചേട്ടൻ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചോണ്ട്
ശരി, അനിയന്മാരെല്ലാം ഉറങ്ങട്ടെ, സുധീഷിനെ എഴുന്നേൽപ്പിക്കണം. എന്തൊക്കെ ഡയലോഗായിരുന്നു എന്നറിയോ? ഈ വീട് തന്നെ സുധീഷ് താങ്ങി നിർത്തുന്ന പോലായിരുന്നു ഡയലോഗ്. ഇവിടെ വന്ന് കണ്ടപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലായത്. എന്തായാലും സുധീഷിനെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് നിധി അവരുടെ അടുത്തേക്ക് വെള്ളവുമായി നടന്നു തുടങ്ങുമ്പോഴേക്കും ഹരീഷിന്റെ കാലിൽ തട്ടി അവളുടെ കയ്യിലിരുന്ന ആ കപ്പും വെള്ളവുമെല്ലാം ഹരീഷിന്റെ മുഖത്തേക്ക് തന്നെ വീഴുന്നുണ്ട്. ഹരീഷും മുഖം പൊത്തി എഴുന്നേറ്റിരുന്നുണ്ട്. നിധി അവിടെ നിൽക്കുന്നത് അറിയാതെ സുധീഷോ നികേഷോ ആണ് അത് ചെയ്തതെന്നോർത്ത് വായിൽ തോന്നിയ തെറിയെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ ബഹളമെല്ലാം കേട്ട് സുഭാഷും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. സുധീഷും നികേഷും ബഹളം കേട്ടുണരുമ്പോഴേക്കും തെറി വിളിക്കുന്ന ഹരീഷിനെയും മുന്നിൽ ചെവിപൊത്തി നിൽക്കുന്ന നിധിയെയുമാണ് കാണുന്നത്. നികേഷ് ഹരീഷിനെ തട്ടി വിളിച്ചുകൊണ്ട് നിധിയെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവനും അമ്പരപ്പോടെ അവളെ തന്നെ നോക്കുമ്പോഴേക്കും അവളും ടെൻഷനോടെ റൂമിലേക്ക് ഓടിക്കയറി പോകുന്നുണ്ട്. സുഭാഷ് ഹരീഷിനെ വഴക്കു പറയുമ്പോഴേക്കും സുധീഷും ഹരീഷിനെ വഴക്കു പറയുന്നുണ്ട്. അവർ തമ്മിൽ വഴക്കടിക്കേണ്ടെന്നും ആ കുട്ടി സുധീഷിനെ ഉണർത്താനായി വെള്ളവുമായി എത്തിയതാണെന്നും കാൽ തട്ടി കപ്പ് ദേഹത്തേക്ക് വീണതാണെന്നും സുഭാഷ് പറയുന്നത് കേൾക്കെ സുധീഷും ആകെ ദേഷ്യത്തോടെ ഹരീഷിനെ വഴക്കു പറഞ്ഞ് അവർ തമ്മിൽ അടിയാവുന്നുണ്ട്. സുഭാഷ് എല്ലാവരെയും പിടിച്ചുമാറ്റി എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും നിധിയുടെ റൂമിലേക്ക് പോയി അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന നിധി ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളുടെ കരച്ചിൽ കണ്ട് എന്താ കാര്യമെന്നവൻ ചോദിക്കുമ്പോഴേക്കും ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറയാമോന്ന് നിധി കരച്ചിലോടെ ചോദിക്കുന്നുണ്ട്. അവൻ ആളറിയാതെ പറഞ്ഞതാണെന്നും നിധിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അങ്ങനൊന്നും പറയില്ലായിരുന്നുവെന്നും ഒരാൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ അയാളുടെ ദേഹത്തേക്ക് വെള്ളവും കപ്പും കൂടി വീണ അയാൾ അങ്ങനെയല്ലേ പറയൂവെന്നും സോറി എന്നും സുധീഷ് പറയുന്നുണ്ട്. വീണ്ടും നിധി തന്റെ സങ്കടം പറഞ്ഞ് കരയുമ്പോഴേക്കും സുധീഷിനും ചിരി വരുന്നുണ്ട്. ഇതിലൊക്കെ എത്ര ഫീൽ ആവാൻ മാത്രം എന്താ ഉള്ളതെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും തന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഇങ്ങനൊരു തെറിവിളി കേട്ടില്ലെന്ന് പറഞ്ഞ് നിധി വീണ്ടും കരയുന്നുണ്ട്. സുധീഷ് അവളോട് സോറി പറഞ്ഞ് ഇനി അവൻ അങ്ങനെയൊന്നും പറയില്ലെന്നും ചേട്ടനും അവനെ വഴക്കു പറഞ്ഞിട്ടുണ്ടെന്നും ഇനി ഇങ്ങനൊന്നും സംഭവിക്കില്ലെന്നും അതോർത്ത് പേടിക്കേണ്ടെന്നും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളുടെ കണ്ണീർ തുടയ്ക്കാനായി പറഞ്ഞുകൊണ്ട് റിലാക്സ് ചെയ്യുമെന്ന് പറഞ്ഞ് സുധീഷ് പോവാനായി തുടങ്ങുമ്പോഴേക്കും തനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, പെട്ടെന്ന് തന്നെ ഒരു റൂം കണ്ടുപിടിച്ച് തരുമെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് സമ്മതിച്ചുകൊണ്ട് സുധീഷും ആ റൂമിൽ നിന്ന് ചിരിയോടെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് വർക്ക്ഷോപ്പിലെത്തിയ ഹരീഷും ആകെ ടെൻഷനോടെ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴേക്കും ജിൻഡോ വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് ഹരീഷ് അവനെ വഴക്കു പറയുമ്പോഴേക്കും നീതുവും അങ്ങോട്ട് എത്തുന്നുണ്ട്. ഹരീഷ് ജോലിയൊന്നും ചെയ്യാതിരിക്കണ കണ്ട് നീതു കാര്യം എന്താണെന്ന് ജിൻഡോയോട് ചോദിക്കുമ്പോഴേക്കും ഹരീഷേട്ടൻ എന്തോ പ്രശ്നത്തിലാണെന്ന് ജിൻഡോയും പറയുന്നുണ്ട്. അത് കേൾക്കെ നീതുവും അവന്റെ അടുത്തേക്ക് ചെന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും തന്റെ കയ്യിൽ നിന്ന് ഒരബദ്ധം പറ്റി നീതുവെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഹരീഷ് ആദ്യമായി തന്റെ പേര് വിളിച്ച് സംസാരിച്ചതിലുള്ള സന്തോഷം നീതു പ്രകടിപ്പിക്കുമ്പോഴേക്കും ഹരീഷ് വീണ്ടും ടെൻഷനോടെ നിൽക്കുന്നത് കണ്ട് എന്താ പ്രശ്നം, ചേട്ടൻ്റെ പോലെ ഇയാളും ഏതെങ്കിലും പെണ്ണിനെയും കൊണ്ട് വന്നോ? അങ്ങനെയാണെങ്കിൽ താൻ കൊന്നു കളയുമെന്ന് നീതുവും പറയുന്നുണ്ട്. ഹരീഷ് നടന്ന കാര്യങ്ങളെല്ലാം നീതുവിനോട് പറയുമ്പോഴേക്കും അവൾക്കും അതെല്ലാം കേട്ട് ചിരി വരുന്നുണ്ട്. അവളും തിരിച്ചൊന്നും പറഞ്ഞില്ലെന്ന് നീതു ചോദിക്കുമ്പോൾ അവൾ പേടിച്ച് റൂമിലേക്ക് ഓടിപ്പോയിന്ന് ഹരീഷ് പറയുന്നുണ്ട്. കാര്യമെല്ലാം കേട്ട് ജിൻഡോയും ഹരീഷിനെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും താൻ വേണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ലെന്നും അറിയാതെ പറഞ്ഞതാണെന്നും ഇനി എന്ത് ചെയ്യുമെന്നും ടെൻഷനോടെ ഹരീഷ് പറയുമ്പോഴേക്കും ആദ്യമായി ഹരീഷ് തന്നോട് എന്തെങ്കിലും തുറന്ന് സംസാരിച്ചതിലുള്ള സന്തോഷം നീതു പ്രകടിപ്പിക്കുന്നുണ്ട്. ഹരീഷും അവളെ വഴക്കു പറഞ്ഞ് പോവാൻ പറയുമ്പോഴേക്കും അവരതൊന്നും കാര്യമായി എടുത്തിട്ടുണ്ടാവില്ലെന്നും പോയൊരു സോറി പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് നീതുവും അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ വീട്ടിൽ സുധീഷ് ജോലിക്ക് പോവാൻ റെഡിയാവുമ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന് ഓഫീസിൽ പോവാൻ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. കോളേജ് ലീവായ നികേഷും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതെ, ഓഫീസിൽ പോവാൻ റെഡിയായി. എങ്ങനെ ഇരിക്കുന്നു എൻ്റെ ഡ്രസ്സ് എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. കൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ട് ഇപ്പോൾ പോയാൽ രാത്രിയാവില്ലേ വരാനെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതെ, കുറെ ജോലിയുണ്ടെന്നും കുറെ ദിവസമായിട്ട് ഓഫീസിൽ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ജോലി കൂടുതലാണെന്നും സുധീഷും പറയുമ്പോഴേക്കും പണിക്ക് പോവാൻ റെഡിയായി സുഭാഷും അങ്ങോട്ട് വരുന്നുണ്ട്. വലിയ ആർക്കിടെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ പണിക്കാരെ പോലെ അങ്ങോട്ട് വന്ന സുഭാഷിനെ കണ്ട് അമ്പരപ്പോടെ നിധി നോക്കി നിൽക്കുമ്പോഴേക്കും തന്നെ നോക്കി നിൽക്കുന്ന നിധിയോടായി അവൾക്കുള്ള ഫുഡ് അടുക്കളയിൽ വെച്ചിട്ടുണ്ടെന്നും വിശക്കുമ്പോൾ പോയി കഴിക്കണമെന്നും നികേഷിന് ഇന്ന് കോളേജ് ലീവായോണ്ട് അവൻ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്നും ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ടെന്നും ചായ വേണേൽ ഉണ്ടാക്കണമെന്നും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നികേഷിനോട് പറഞ്ഞാൽ അവൻ കടയിൽ പോയി വാങ്ങിത്തരുമെന്നും അവൻ പറയുമ്പോഴേക്കും അവൾ അതെല്ലാം സമ്മതിച്ചോണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷിനോട്. താൻ ജോലിക്ക് പോവാണെന്ന് സുഭാഷ് പറയുമ്പോൾ ആർക്കിടെക്റ്റ് ജോലിക്ക് ഈ വേഷത്തിലോ എന്ന് നിധിയും മനസ്സിലോർക്കുമ്പോഴേക്കും സമയം വൈകി താൻ പോയി വരാമെന്ന് പറഞ്ഞ് സുഭാഷും അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും അവർക്ക് വേണ്ടി അവിടുന്ന് മാറിപ്പോകുമ്പോഴേക്കും നമ്മൾ തമ്മിൽ തനിയെ സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ച അവൻ മാറിപ്പോയെന്ന് സുധീഷ് പറയുന്നുണ്ട്. അവന് കാര്യമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണെന്ന് നിധിയും. അപ്പോഴാണ് നിധി സുധീഷിനോടായി ചോദിക്കുന്നത്, നിങ്ങളുടെ ചേട്ടൻ എന്താ ഈ വേഷത്തിൽ ജോലിക്ക് പോകുന്നെന്ന്. സുധീഷ് ആ ചോദ്യം കേട്ട് സംശയത്തോടെ നിൽക്കുമ്പോഴേക്കും
ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടെന്താ സാധാരണ പണിക്കാരെ പോലെ ജോലിക്ക് പോകുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞതോർത്ത സുധീഷും ചിരിയോടെ അവളോടായി. ചേട്ടൻ വളരെ സിമ്പിൾ ആണെന്ന് പറയുമ്പോഴേക്കും, സിമ്പിൾ ആണെങ്കിലും ആർക്കിടെക്റ്റ് ജോലിക്കൊക്കെ പോകുമ്പോൾ സാധാരണ വേഷത്തിലാണോ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ഓഫീസിലേക്കല്ലെന്നും സൈറ്റിലേക്കാണ് പോകുന്നതെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചതെന്നും ഓഫീസിലിരുന്ന് ചുമ്മാ ഡിസൈൻ ചെയ്യാനൊന്നും ചേട്ടന് കിട്ടില്ലെന്നും തൻ്റെ ചേട്ടൻ സൈറ്റിൽ പോയി നിന്ന് അവരുടെ കൂടെ ജോലി ചെയ്യുമെന്നും സുധീഷ് പറയുമ്പോഴേക്കും മേസ്തിരി പണിക്കുള്ള ആയുധങ്ങളുമായാണല്ലോ ചേട്ടൻ പോകുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇവൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ പോലീസിലായിരുന്നോ ജോലി എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട്, എന്റെ ചേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരെയും ഒരേ രീതിയിലേ കാണുകയുള്ളൂ. വെൽ ഡ്രസ്ഡായി പണി സൈറ്റിൽ ചെന്ന് നിന്ന എല്ലാവർക്കും പേടിയായിരിക്കും. പേടിച്ചവർ ആർക്കിടെക്റ്റ് വരുന്ന സമയത്ത് മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ, അല്ലാത്ത സമയത്ത് അവർ ജോലി അടിച്ചു നടക്കും. എന്റെ ചേട്ടൻ അവരുടെ പോലെ ഡ്രസ്സ് ചെയ്തു പോകുമ്പോൾ അവരൊരാളായി തോന്നുമെന്നും ഇതെല്ലാം ചേട്ടന്റെ ഒരു സ്ട്രാറ്റജിയാണെന്നും ചില ദിവസങ്ങളിൽ ചേട്ടൻ മോഡേൺ ആയാണ് ഓഫീസിൽ പോവാറുള്ളതെന്നും സുധീഷ് പറയുന്നത് നിധിയും വിശ്വസിക്കുന്നുണ്ട്. നിധി താൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം വിശ്വസിച്ചു എന്ന് മനസ്സിലായതോടെ സുധീഷും പെട്ടെന്ന് തന്നെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങി പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.